2025 ഫിലിപ്പീൻസിലെ ഒരു സ്കൂളിൽ ഉച്ചഭക്ഷണം കഴിഞ്ഞ് 27 കുട്ടികളാണ് മിനിറ്റുകൾക്കുള്ളിൽ മരിച്ചു വീണത്. ഇതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴോ കപ്പയിൽ അടങ്ങിയിരിക്കുന്ന മാരകവിഷമായ സയനൈഡാണ്. ഈ അടുത്ത കാലത്ത്, അതായത് 2024 ജൂലൈയിൽ സാംബിയയിൽ ഒരു സ്കൂളിൽ 8 കുട്ടികൾക്കാണ് കാലുകൾക്ക് തളർവാദം പിടിച്ച് കിടപ്പിലായത്. ഇതൊരു അജ്ഞാതമായിട്ടുള്ള ഒരു ന്യൂറോ ഡിസീസായിരുന്നു. ഡോക്ടേഴ്സ് ഇതിനെ വിളിച്ചത് കോൺസോ എന്നാണ്. ഇതിനെല്ലാം പിന്നിൽ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മരച്ചീനിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതൊരു വിദേശ വാർത്തയല്ല. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മുടെ 13 പശുക്കൾ ഇടുക്കിയിൽ മരിച്ചു വീണത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതിന് കാരണമായിട്ട് പറഞ്ഞത് മരച്ചീനിയുടെ തൊണ്ട് കഴിച്ചിട്ടാണെന്നാണ്. ഒരു ആയുർവേദ ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഇതേ കപ്പയാണോ ഇന്ന് രാത്രി വേവിക്കുന്നത്? നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഈ വീഡിയോ മുഴുവനായി കാണുക. ചിനിയിൽ അടങ്ങിയിരിക്കുന്ന ലിനാമാരിൻ എന്ന രാസവസ്തു നമ്മളുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഹൈഡ്രജൻ സയനൈഡായിട്ട് അത് മാറുകയും ചെയ്യും. ഇത് കോശങ്ങളിൽ ഓക്സിജൻ തടയുകയും മസ്തിഷ്കത്തിലെയും ഹൃദയത്തിലേക്കുള്ള പ്രവർത്തനം നിശ്ചലമാക്കുകയും ചെയ്യും. കപ്പ കഴിച്ചാൽ ഗ്യാസ് വരുമെന്ന് നമ്മൾ ഭയങ്കര ലളിതമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ചിലപ്പോൾ സയനൈഡിൻ്റെ വിഷബാധ ആയിരിക്കാം. ഇതിൻ്റെ ചെറിയൊരു അളവിൽ കൊള്ളുന്നതായിരിക്കാം. ആയുർവേദം പറയുന്നത് വിഷം പോലും നമുക്ക് ഭക്ഷണമാക്കി മാറ്റാം, അല്ലെങ്കിൽ മരുന്നാക്കി മാറ്റാം എന്നാണ്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയുള്ളത് 80% ഉള്ള സയനൈഡിൻ്റെ അളവും കപ്പയിൽ തൊലിയിലാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് ചെത്തിക്കളയുന്നത് അശാസ്ത്രീയമായിട്ടുള്ള കാര്യമല്ല, ഇതൊരു പൂർണ്ണമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ്. ഈ കപ്പയുടെ തൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ പഴമക്കാർ നമ്മൾ പറയാറുണ്ടല്ലോ, കപ്പ തുറന്ന് വെച്ച് വേവിക്കണമെന്ന്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായ അടിസ്ഥാനമുണ്ട്. കാരണം സയനൈഡ് ഒരു വോളറ്റൈലായിട്ടുള്ള, അതായത് നീരാവിയായിട്ട് പോകാൻ കഴിവുള്ള ഒരു വിഷമാണ്. ഇത് കപ്പയിൽ നിന്ന് നീരാവിയായിട്ട് ഇത് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, മലയാളികൾ കുക്കറിലാണ് കപ്പ ഏറ്റവും കൂടുതൽ വേവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ശരിയായിട്ടുള്ള പാചക രീതിയും ശരിയായിട്ടുള്ള സംസ്കരണ രീതിയും നമുക്ക് ശീലിക്കാം. നന്ദി.